ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നാണ്. അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ഇപ്പോഴും നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ, ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഞാനിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ നിങ്ങളുടെ ഒരു എനർജി പറയും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങും. ഈ റീഡിങ്ങിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് മാത്രം എടുക്കുക. അതുപോലെ ഇത് റെസനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഷെയർ, ലൈക്ക്, കമൻറ്റ് ഇതൊക്കെ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. കാർഡുകൾ ഷഫിൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ഉണ്ടായിരുന്ന പോസിറ്റീവായിട്ടുള്ള സമയങ്ങളൊക്കെ ചിന്തിക്കുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾ തമ്മിൽ പല വ്യത്യാസങ്ങളും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഡിഫറൻസുകൾ പലതും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളെ പലപ്പോഴും പ്രശ്നത്തിലാക്കുന്നത് അത് തന്നെയായിരിക്കാം. അതൊക്കെ ഒരു കാരണമായിരിക്കാം. അത് ചിലപ്പോൾ റിലീജിയൻ ആയിരിക്കാം, കാസ്റ്റ് ആയിരിക്കാം, അതർ കൺട്രീസിലുള്ളവരായിരിക്കാം, എന്നിങ്ങനെ ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിരിക്കാം, അതിങ്ങനെ പലതും ആകാം. പക്ഷേ ഡിഫറൻസുകളാണ് പലപ്പോഴും, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസുകൾ, ഇതൊക്കെ ഇവിടെ തടസ്സങ്ങളായിട്ട് കാണാം. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ വളരെ ഒരു വൂണ്ടഡ് ആണ്, അല്ലെങ്കിൽ വളരെ വിഷമത്തിലാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ചിലപ്പോൾ ഒരു നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടോ മറ്റുമാകാം, അതുമല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലായിരിക്കുന്നത് കൊണ്ടും ഒരു കാരണമാകാം. പലപ്പോഴും നിങ്ങളുടെ ഓർമ്മകൾ ഇവർ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും അതെല്ലാം ഇങ്ങനെ ഓർമ്മകളിലേക്ക് തള്ളിക്കയറി വരുന്ന ഒരു സാഹചര്യമാണ് ഈ ആൾക്ക് ഉണ്ടാകുന്നത്, ഈ പേഴ്സൺ ഉണ്ടാകുന്നത്. നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് അവർക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ എന്തൊക്കെയോ ഒരു തടസ്സങ്ങൾ കാരണം അതിനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അവർ വിചാരിക്കുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് വിചാരിക്കുമ്പോൾ പല തടസ്സങ്ങളും അവരുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഈ വ്യക്തിക്ക് ഇങ്ങനെ മനസ്സിനകത്ത്, അപ്പോൾ നിങ്ങളോട് വളരെയധികം സ്നേഹമുള്ള, ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾക്കൊരു സ്റ്റേബിളായിട്ടുള്ള സ്നേഹം തരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങളോടുള്ള ഈ വ്യക്തിയുടെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കും ഇത് വെറുതെ ഒരു പറച്ചിലാണ് എന്ന്. കാരണം അവരൊരിക്കലും ആ ഒരു സ്നേഹം പുറത്ത് കാണിക്കാത്ത ആളുകളാണ്, എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളുകളാണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒരു വ്യക്തിക്ക് ഒരു പേഴ്സണ് പലപ്പോഴും ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി വായു വേണം, ശ്വാസം വേണം എന്നതുപോലെ നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ഓർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ ഓർമ്മകളില്ലെങ്കിൽ ഈ വ്യക്തി ഇല്ല. നിങ്ങളൊരു ഇമ്പോർട്ടൻ്റ്, വളരെ പ്രൈമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു പേഴ്സണാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങളൊരു പ്രൈം ഫാക്ടറാണ് ഈ ഒരു പേഴ്സൻ്റെ എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഇതുവരെ ഒരു ഇമോഷണലി ഒരു സപ്പോർട്ട് ചെയ്തതുപോലെ ഇവരെ ആരും ഒരു സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫ്യൂച്ചറിലും ഇങ്ങനെ ഒരാൾ നിങ്ങളെപ്പോലെ ഈ വ്യക്തിയെ മനസ്സിലാക്കുന്ന ഒരാൾ വരുമെന്ന് ഇവരൊരിക്കലും വിശ്വസിക്കുന്നുമില്ല.
അങ്ങനെ ഒരു വ്യക്തി വരില്ല. വളരെയധികം ഇവർ വിഷമിച്ച സാഹചര്യങ്ങൾ, ഇമോഷണലായിട്ടുള്ള സപ്പോർട്ടുകൾ കൊടുക്കുക. നിങ്ങളെക്കൊണ്ട് പൈസ കൊണ്ടൊന്നും സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്ന സമയത്ത് അവർ വളരെയധികം സേഫായിട്ട്, അല്ലെങ്കിൽ കംഫർട്ടായിട്ട്, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ടോ, അങ്ങനെ ഒരു മനസ്സിലാക്കലോ, അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോ ഒന്നും കൊടുക്കാൻ ഇനി ആരും ഇതുവരെ ആളുടെ ലൈഫിൽ വന്നിട്ടില്ല, ഇനി ആരും വരാനും പോകുന്നില്ല എന്നവർ വിശ്വസിക്കുന്നു. അതായത് അവർക്കുണ്ടായിരുന്ന ഒരു ബാക്ക് ബോൺ എന്ന് നിങ്ങളെ വിശേഷിപ്പിക്കാം. ആ ഒരു ബാക്ക് ബോണാണ് ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാർഡുകളിൽ നമുക്കത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവർക്ക് ശരിക്കും ഉണ്ടായിരുന്ന അവരുടെ നട്ടെല്ല് നഷ്ടപ്പെട്ടു പോയി എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ തന്നെ അവർക്കത് മനസ്സിലാവുന്നുമുണ്ട്. അപ്പോഴും അവരതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ അവരെടുത്ത ഒരു ഡിസിഷൻ റോങ് ആയി പോയി എന്ന് അവർ വിചാരിക്കുകയാണ്. ഞാൻ എടുത്ത ഒരു ഡിസിഷൻ റോങ് ആയിപ്പോയി, അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്ന് ആളിങ്ങനെ വിചാരിക്കുകയാണ്. ലൈഫാണ്, ഇനി ഒരിക്കലും അതിനെ തിരുത്താൻ സാധിക്കില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഈ ഒരു പേഴ്സൺ പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി അതായത് പല എഫേർട്ടുകളും എടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അതിലേറെ എഫേർട്ട് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിൽ മരിക്കുന്നത് വരെ നിങ്ങളുടെ ആ ഒരു എഫേർട്ട് കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് ഈ പേഴ്സൺ ആവില്ല എന്നതാണ് സത്യം. അവരുടെ മനസ്സിൻ്റെ എവിടെയൊക്കെയോ നിങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് അവർ ജസ്റ്റിസ് അല്ല കാണിക്കുന്നത് എന്നതുപോലും അവർക്ക് നന്നായിട്ട് അറിയാം. ജസ്റ്റിസ്, അതായത് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ബാലൻസോ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്റ്റെബിലിറ്റിയോ, നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്നേഹമോ തരാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. നിങ്ങളോടൊരു ജസ്റ്റിസ് കാണിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഒരു പ്രസൻ്റ്ലി ഈ പേഴ്സൺ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും അതിനകത്ത് നിന്ന് ആൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പി ആയിരിക്കാൻ ഈ വ്യക്തിക്ക് കഴിയുന്നില്ല. ഈ ഒരു പേഴ്സണ് ഒത്തിരി മാറ്റങ്ങൾ വന്നിരിക്കുന്നു. എടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവരിൽ നിന്ന് പോയതിൽ പിന്നെ അവരുടെ ഒരു ഹെയർ ഫോൾസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുള്ളതായിട്ട് കാണുന്നു. അതുപോലെ വൈറ്റ് ഹെയർസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരു മെലിഞ്ഞു പോകുന്ന ഒരു അപ്പിയറൻസ്, ഫിസിക്കൽ അപ്പിയറൻസിലേക്കൊക്കെ വന്നിരിക്കുകയാണ്. അവരുടെ ഇതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അങ്ങനെ ശരീരം വല്ലാതെ മെലിഞ്ഞു പോയിരിക്കുന്നതായിട്ടൊക്കെ നമുക്കിവിടെ കാണുന്നു. പുറമേ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഒരു ഔട്ട്ഫിറ്റ് കൊടുക്കുന്നുവെങ്കിലും അവർ വിചാരിക്കുന്ന ഒരു തലത്തിലേക്ക് എത്താൻ അവർക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ ഈ പേഴ്സൺ ഒരു സാക്രിഫൈസ് ചെയ്യുകയാണ്. കാരണം ഇയാളുടെ ലൈഫിൽ ആൾ സാക്രിഫൈസ് ചെയ്യുകയാണ്. കാരണം ഉണ്ടായിരുന്ന ഒരു ഹാപ്പി മൊമെൻറ്റ്സ്, അല്ലെങ്കിൽ ഹാപ്പി പേഴ്സൺ, അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്ന ഒരു പേഴ്സണെ കളഞ്ഞുപോയി. ഇനി തിരിച്ച് ആ വ്യക്തിയിലേക്ക് എത്താനായിട്ട് ഒരിക്കലും എന്ത് യുദ്ധം നടത്തിയാലും അവരിലേക്ക് തിരിച്ചെത്താനായിട്ട് സാധിക്കില്ല എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ പേഴ്സൺ പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ചെയ്യാനായിട്ട്, നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. മനസ്സുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടെങ്കിലും ഫിസിക്കലി അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് ഈ വ്യക്തിക്ക് പറ്റുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഈ പേഴ്സൻ്റെ സോള് നിങ്ങളുടെ ഇഷ്ടത്തിനും സ്നേഹത്തിനും വേണ്ടി ദാഹിക്കുകയാണ്. പക്ഷേ എന്തൊക്കെയോ ഒരു സിറ്റുവേഷനിൽ പെട്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ സിറ്റുവേഷനൊക്കെ മാറ്റിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ഈ വ്യക്തിക്കുണ്ട്. പക്ഷേ അങ്ങനെ വന്നാലും നിങ്ങളെ കളഞ്ഞിട്ട് പോയത് കൊണ്ട് തന്നെ റിട്ടേൺ വരുന്ന അവരെ നിങ്ങൾ സ്വീകരിക്കുമോ എന്നാണ് അവർ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കുന്നുണ്ട്. നിങ്ങളെ എപ്പോഴും ഓരോ മിനിറ്റിലും ഈ വ്യക്തി ഓർത്തുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ചിന്തകളിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. ഇപ്പോൾ ഇവർ പ്രസൻ്റ്ലി നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഒരു ഈ റിലേഷൻഷിപ്പല്ല. ആൾ ശരിക്കും ഇപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ സാക്രിഫൈസ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ശരിക്കും സാക്രിഫൈസ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ ആ കൂടെയുള്ളവർക്ക് വെളിച്ചം നൽകിക്കൊണ്ട് ആൾ വളരെ മൗനിയായി ഗ്ലൂമിയായി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ചിലപ്പോൾ അവർ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതുകൊണ്ടും, അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ ഫുൾ റെസ്പോൺസിബിലിറ്റീസൊക്കെ അവരുടെ തലയിലായതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം. എന്തായിരിക്കാം അതിൻ്റെ കറക്റ്റായിട്ട് സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ വ്യക്തി ആർക്കും മുഖം കൊടുക്കാതെ ഓടി ഒളിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഗ്ലൂമി ആയിട്ട് ഒരു മൂലയിൽ കുത്തിയിരിക്കുകയാണ്. പക്ഷേ എപ്പോഴും അവരുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, അത് നിങ്ങളുടെ ഓർമ്മകളാണ്. നിങ്ങളിലേക്ക് ഓടിയെത്താനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്കൊരു
ഒരു കപ്പ് സ്നേഹം നിങ്ങൾക്ക് നൽകാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. വളരെ സ്നേഹത്തോടെ നിങ്ങളിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഈ സമയത്ത് ഷെയർ ചെയ്യാനായിട്ട്, അവരുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ആ ഒരു സ്നേഹം നിങ്ങളോട്, ആ ഒരു സ്നേഹം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതെന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വ്യക്തി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈസെൽഫ്. അപ്പോൾ ആ വ്യക്തി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്, അയാളുടെ ഭാഗത്ത് ഒത്തിരി മിസ്റ്റേക്കുകളുണ്ടെന്ന് വ്യക്തിക്ക് നല്ലതായിട്ട് അറിയാം. അതുപോലെ തന്നെ ഞാൻ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങളോട് പറയാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അതുപോലെ വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ, നമ്മൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് എന്ന് ആ വ്യക്തിക്ക് അറിയാം. ആ വ്യക്തി പക്ഷെ നിങ്ങളെ നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമാണ് ആ വ്യക്തിക്ക് തിരിച്ചറിവുണ്ടായിരിക്കുന്നത്. ഐ ആം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. ഐ ആം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് അണ്ടിൽ ഐ ക്യാൻ മീറ്റ് യു അഗെയിൻ. ലവ് യു. ഞാൻ നിന്നെ എൻ്റെ ലൈഫിൽ ലഭിച്ചത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോഴാണോ നിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാനുള്ള ആ മണിക്കൂറുകളും സമയങ്ങളും ദിവസങ്ങളും ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്, നിന്നെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ദിവസത്തിന് വേണ്ടി. ഉടനെ തന്നെ നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആൾ നിങ്ങൾ മീറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ടി ആൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ വാണ്ട് ടു സീ യു, ഐ തിങ്ക് അബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ്. ഐ വാണ്ട് ടു സീ യു, നിങ്ങളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു, അതാണ് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. കാരണം ആ ഒരു ഡേറ്റ് അവർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ മണിക്കൂറുകളും ഡേയ്സും അവർ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അതുപോലെ തന്നെ എപ്പോഴും ഐ തിങ്ക് അബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ്, രാത്രിയും പകലും എല്ലാം ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ പേഴ്സൺ നിങ്ങളോട് പറയുന്നത്. മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ, എൻ്റെ സ്നേഹം അൺകണ്ടീഷണലാണ് എന്നാണ് പറയുന്നത്. ഒരു ബാധ്യതകളോ അല്ലെങ്കിൽ ഒരു തടസ്സങ്ങളോ ഇല്ലാതെ, ഒരു കണ്ടീഷനും ഇല്ലാത്ത ഒന്നാണ് എൻ്റെ സ്നേഹമെന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ആരുടെയെങ്കിലും ലൈഫുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ദയവായി കമൻറ്റ് വഴി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.